Welcome back. In this video, we are going to discuss about advantages of cost accounting. So, cost accounting ൻ്റെ advantages നമ്മൾ മെയിൻ 5 ഹെഡ്സിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Advantages to management, advantages to employees, advantages to creditors, to government and to the society. So, let me discuss one by one. First, advantages to management. സോ നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആകുന്നത് ആർക്കാണ്? മാനേജ്മെൻറ്റിനാണ്. അതായത് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് അഡ്വാൻറ്റേജ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ദ പീരിയഡ്സ് ഓഫ് ട്രേഡ് ഡിപ്രഷൻ ആൻഡ് ട്രേഡ് കോമ്പറ്റീഷൻ. സോ ഈ സിറ്റുവേഷൻസിലൊക്കെ ട്രേഡ് ഡിപ്രഷൻ അല്ലെങ്കിൽ ട്രേഡ് കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ ആപ്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് എയ്ഡ്സ് പ്രൈസ് ഫിക്സേഷൻ. സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുക, അതായത് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക എന്നുള്ള ടാസ്കിൽ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് എസ്റ്റിമേറ്റ്സ്. സോ എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ്സുകൾ നമുക്ക് ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ട ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ചാനലൈസിങ് പ്രൊഡക്ഷൻ ഓൺ റൈറ്റ് ലൈൻസ്. സോ നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ബിസിനസ്സിൽ പ്രൊഡക്ഷൻ ഉണ്ടാകും, പക്ഷേ ആ പ്രൊഡക്ഷൻ റൈറ്റ് ലൈൻസിൽ ശരിയായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൽ വേസ്റ്റേജസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് എലിമിനേറ്റ്സ് വേസ്റ്റേജസ്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് മേക്ക് കമ്പാരിസൺസ് പോസിബിൾ. സോ സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പാരിസൺ പ്രോഡക്റ്റ് വൈസ് ആയാലും പ്രോസസ് വൈസ് ആയാലും ഇനി രണ്ട് കമ്പനികൾ തമ്മിലായാലും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലായാലും ഒക്കെ കമ്പാരിസൺ നടത്തുന്നതിന് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഡാറ്റ ഫോർ പീരിയോഡിക്കൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ നമുക്കറിയാം നമ്മൾ കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ആനുവലി ആണ്. അതായത് ഒരു ഇയർ അവസാനിക്കുന്ന സമയത്താണ്, ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. പക്ഷേ അതേസമയം പീരിയോഡിക്കൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ആൻഡ് എൻഹാൻസിങ് എഫിഷ്യൻസി. സോ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതിനും പിന്നെ അതുപോലെ അത് ഇംപ്രൂവ് ചെയ്യുന്നതിനുമൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിമിലർലി കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ഇൻവെൻറ്ററി കൺട്രോൾ. പ്രോപ്പറായിട്ടുള്ള സ്റ്റോക്ക് കൺട്രോൾ. ഇൻവെൻറ്ററി മീൻസ് സ്റ്റോക്ക്. സോ സ്റ്റോക്ക് ആപ്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അതായത് സ്റ്റോക്ക് എന്ന് പറയുന്നത് വിറ്റ് പോകാത്ത ഗുഡ്സിനെയാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫിനിഷ്ഡ് പ്രോഡക്ട്സുകൾ ബിസിനസ്സിൽ നിന്നും വിറ്റ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐഡിലായിട്ട് കിടക്കുന്ന ആ ഒരു അസറ്റ്സിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റോക്ക് വളരെ കൂടുതലാകാനും പാടില്ല, കുറവാകാനും പാടില്ല. കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറുതെ ഐഡിലായിട്ട് ബിസിനസ്സിൽ കിടക്കുകയാണ് ചെയ്യുക. അതേസമയം കുറവാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ഡിമാൻഡ്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡിമാൻഡ് വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനുള്ള സപ്ലൈ ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരു ഡീമെറിറ്റ് അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ആപ്റ്റായിട്ട് ആഡ്വക്കേറ്റ് ആയിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് അതിനാവശ്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാനും കാൽക്കുലേഷൻസിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സോ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്വാൻറ്റേജ് എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ദ ക്രെഡിറ്റേഴ്സ് ടു ascertain the solvency, profitability, future prosperity of an enterprise before they lend. ഓക്കെ, ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് ലെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ക്രെഡിറ്റേഴ്സ് ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്തിനെസ് ഒക്കെ അറിയണം. അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി എത്രയുണ്ട്, സോൾവൻസി എത്രയുണ്ട്, ഫ്യൂച്ചർ പ്രോസ്പെരിറ്റി അതിനുള്ള സാധ്യത എത്രയുണ്ട് എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കണം. സോ അതൊക്കെ മനസ്സിലാക്കാൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then enables the creditors to ascertain whether the capital employed is efficiently utilized in the business. സോ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുള്ള ക്യാഷ്, അവരുടെ അടുത്ത് നിന്ന് നമ്മൾ റേസ് ചെയ്തിട്ടുള്ള മണി നമ്മൾ ആപ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കും. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ ക്രെഡിറ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദി ഫേം. Then it facilitates cost control. This result in higher profitability and sound financial position. As a result, investors are benefited.
സോ കോസ്റ്റ് കൺട്രോൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ബിസിനസ്സിൻ്റെ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പിന്നെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് പ്രോപ്പറായിട്ട് നമ്മളുടെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ, കോസ്റ്റ് കൺട്രോളിന് നമ്മൾ കുറേ ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ബജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നൊക്കെ എന്ന് പറയുന്ന ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ഇവർക്ക് വളരെയധികം ബെനിഫിറ്റഡ് ആണ്. ആർക്ക്? ക്രെഡിറ്റേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും. സോ ദിസ് റിസൾട്ട് ഇൻ ഹയർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് സൗണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. ആസ് എ റിസൾട്ട് ഇൻവെസ്റ്റേഴ്സ് ആർ ബെനിഫിറ്റഡ്. സോ അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം അവർക്ക് പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം, അതായത് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യുന്നത് വഴി അവർക്ക് കിട്ടുന്ന ഡിവിഡൻറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. Okay, so these are the advantages to creditors and investors. The next one, advantages to employees. So employees എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലുള്ള വർക്കേഴ്സ്. സോ അവർക്ക് എങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ബെനിഫിറ്റഡ് ആകുന്നത്? ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻസെൻറ്റീവ് സ്കീംസ് ആൻഡ് ബോണസ് പ്ലാൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വേരിയസ് ഇൻസെൻറ്റീവ് സ്കീംസിനെ കുറിച്ച്. അതായത് അവർക്ക് കൊടുക്കുന്ന റിവാർഡ്, വർക്കേഴ്സിന് കൊടുക്കുന്ന സാലറിക്ക് പുറമേ കൊടുക്കുന്ന കുറച്ച് റിവാർഡുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബോണസുകൾ ഉണ്ടായിരിക്കും. ഈ ബോണസ് പ്ലാൻസും ഇൻസെൻറ്റീവ് സ്കീംസും അതുപോലെ ഈ വേജസ് ആണെങ്കിൽ തന്നെ പലതരത്തിലുള്ള പിന്നെ വേജ് ഫിക്സേഷൻ പോളിസികളുണ്ട്. അതായത് ടൈം റേറ്റ് സിസ്റ്റം ആണോ, പീസ് റേറ്റ് സിസ്റ്റം ആണോ, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണോ. അപ്പോൾ ഈ തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ അതൊക്കെ പിന്നെ എടുക്കുന്നത് വഴി ഇൻ ദിസ് വേ ഇറ്റ് ഓഫേഴ്സ് ബെറ്റർ വേജസ് ടു എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും ബെറ്റർ വേജസ് ഉറപ്പുവരുത്തുന്നു. then it helps in introducing a good wage system. നല്ലൊരു വേജ് സിസ്റ്റം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതായത് ബിസിനസ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള സാലറി കൊടുക്കണം. സോ അവർക്ക് ആവശ്യമായിട്ടുള്ള വേജ് സിസ്റ്റം, നല്ലൊരു വേജ് പേയ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ബെനിഫിറ്റഡ് ആണ്. സോ അതാണ് അത് അടുത്ത മെറിറ്റ് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് profitability and prosperity of firms. On account of this, workers get better wages, job security, etc. ഓക്കെ, സോ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി വേസ്റ്റേജസ് ഒക്കെ കുറച്ചിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രോസ്പെരിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അതുവഴി വർക്കേഴ്സിന് എന്ത് കിട്ടും? ബെറ്റർ വേജസ് കിട്ടും. ബെറ്റർ വേജസ് കിട്ടുമ്പോൾ അത് അവർക്ക് ജോബ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Then it minimizes the possibilities of misunderstanding between workers and employers. എംപ്ലോയേഴ്സും വർക്കേഴ്സും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഒക്കെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. കാരണം കോസ്റ്റ് അക്കൗണ്ടിങ് വഴി കറക്റ്റായിട്ടുള്ള പിക്ചർ പുറത്തേക്ക്, അതായത് മാനേജ്മെൻറ്റിന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിന് കിട്ടുന്നുണ്ട്. The next one, advantages to government. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് എങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ് റിലേറ്റിംഗ് ടു എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ടാക്സേഷൻ, പ്രൈസ് കൺട്രോൾ മെഷേഴ്സ്, വേജ് ഫിക്സേഷൻ, എക്സെട്ര. സോ ഗവൺമെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ടാസ്കുകളാണ് ഈ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായാലും ഇമ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായാലും ടാക്സേഷൻ, പ്രൈസ് കൺട്രോൾ, അതുപോലെ വേജ് ഫിക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസികളൊക്കെ ഗവൺമെൻറ് ഫ്രെയിം ചെയ്യുമ്പോൾ ഓരോ കമ്പനികളുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ വളരെയധികം അവരെ സഹായിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it helps in preparing national plans and budgets പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it helps in levying excise duty, sales tax, etc. Government can run public sector enterprises efficiently with the help of cost accounts. സോ പബ്ലിക് സെക്ടർ ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് കൺട്രോളിലുള്ളതാണ്. സോ അങ്ങനെയുള്ള ബിസിനസ്സുകളെ സ്മൂത്തായിട്ട് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടെ സ്മൂത്തായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് സാധിക്കുന്നു. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ടു ഗവൺമെൻറ്. ദെൻ ലാസ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് എങ്ങനെയാണ് ബെനിഫിറ്റഡ് ആകുന്നത്? Conduct a war against all kinds of waste. Therefore, the customers get quality products at reasonable prices. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പോയിൻ്റാണ്, കോസ്റ്റ് അക്കൗണ്ടിങ് വഴി വേസ്റ്റേജസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നല്ല ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത് വഴി, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് വഴി നമുക്ക് വേസ്റ്റേജസ്, മെഷീനറി ബ്രേക്ക് ഡൗൺ ആയാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നു ഒരു പരിധി വരെ. സോ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ കുറയ്ക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ട് ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുന്നു. സോ സൊസൈറ്റിയെ സംബന്ധിച്ച്, സൊസൈറ്റി എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ സർവീസുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ സൊസൈറ്റിക്ക് മൊത്തത്തിലത് ബെനിഫിറ്റഡ് ആണ്. ദെൻ ഇറ്റ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ബൈ ഇംപ്രൂവിങ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി.
സ്റ്റെബിലിറ്റി, അതായത് ബിസിനസ്സിൻ്റെ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി സൊസൈറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കമ്പനികൾ ഫെയിലാവാതെ അതായത് രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. Then cost saving and cost reduction efforts carried out by various organizations helps in curbing inflationary tendencies in the economy. സോ നമുക്കറിയാം ഓരോ കമ്പനികളും ഓരോ ബിസിനസ്സുകളും കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സും അതേപോലെ കോസ്റ്റ് റിഡക്ഷൻ എഫേർട്സുകളൊക്കെ എടുക്കുന്നത് വഴി മൊത്തത്തിൽ അത് ഓർഗനൈസേഷനിൽ എക്കണോമിയിൽ തന്നെ ഇൻഫ്ലേഷണറി ടെൻഡൻസി ഉണ്ടാകുന്നതിനെ ഒഴിവാക്കുന്നു, അതിനെ കൺട്രോൾ പറ്റുന്നു. Okay, then last one, it provides continuous employment opportunities to various sections of the society. സോ കോസ്റ്റ് അക്കൗണ്ടിങ് വഴി പ്രോപ്പറായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ആ ഒരു വിങ്ങിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റാഫിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. സോ അതുവഴി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യും. സോ കോസ്റ്റ് അക്കൗണ്ടിങ് വഴി വേസ്റ്റേജസ് കുറയ്ക്കുന്നു, അപ്പോൾ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്താൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് എൻലാർജ് ചെയ്യും. എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എംപ്ലോയീസിന് നമുക്ക് ആവശ്യമായിട്ട് വരും. സോ കോസ്റ്റ് അക്കൗണ്ടിങ് നന്നായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത് അവസാനം സൊസൈറ്റിക്ക് എങ്ങനെയാണ് ബെനിഫിറ്റഡ് ആകുന്നത്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് to the various parties, that is to government, to society, to government, to employees, to creditors and investors, and lastly to management. Okay.